നമസ്കാരം. എല്ലായ്പ്പോഴും അമേരിക്കൻ പ്രസിഡന്റുമാരെ പോലെ തന്നെ വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന വ്യക്തികളാണ് അവരുടെ ഭാര്യമാരും. എന്നാൽ അവരിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തയാണ് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യയായ മെലാനിയ. ട്രംപ് ആദ്യവട്ടം പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ അവരുടെ മകൻ സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ന്യൂയോർക്ക് സിറ്റി വിട്ട് വൈറ്റ് ഹൗസിൽ താമസിക്കാനായി എത്തിയിരുന്നില്ല. അത് അന്ന് വലിയ തോതിലുള്ള വാർത്തകളൊക്കെ തന്നെ സൃഷ്ടിച്ചിരുന്നു. എങ്കിലും മെലനിയ വളരെ നിശബ്ദയായി തന്നെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുകയായിരുന്നു. ആദ്യം മകൻ്റെ പഠിത്തം നടക്കട്ടെ, അത് കഴിഞ്ഞ് മതി വൈറ്റ് ഹൗസിലെ ഈ സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുക്കൽ എന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ട്രംപിൻ്റെ രണ്ടാം ഭരണത്തിൽ മെലാനിയ കൂടുതൽ ചൂടുറപ്പിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ വേളയിൽ മെലാനിയ പുടിന് ഒരു കത്ത് അയച്ചിരുന്നു. ഔദ്യോഗികമായി തന്നെയായിരുന്നു ഈ കത്ത് അദ്ദേഹത്തിന് കൈമാറിയിരുന്നത്. ഈ കത്തിൽ പറയുന്ന ഒരു കാര്യം, നിഷ്കളങ്കരായ കുട്ടികളുടെ പുഞ്ചിരി തിരികെ കൊണ്ടുവരാൻ അങ്ങ് മുൻകൈ എടുക്കണം എന്നായിരുന്നു. ഇത് യുക്രൈനിലെ കുട്ടികളെ ഉദ്ദേശിച്ചാണ് മെലനിയ എഴുതിയിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിലൊരിടത്തും യുക്രൈൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നില്ല. 10,000-കണക്കിന് കുട്ടികളെയാണ് റഷ്യ യുക്രൈനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അവരുടെ സൈന്യത്തിൽ ചേർക്കുകയും മറ്റും ചെയ്തിട്ടുള്ളത്. നിരവധി കുട്ടികൾ ഇതിനോടൊപ്പം തന്നെ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ആഗോള വ്യാപകമായി തന്നെ റഷ്യക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നതിന് കാരണമായി തീർന്നിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം മെലനിയ ട്രംപ് ഈ കത്തിലൂടെ ഉദ്ദേശിച്ചത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ കത്തിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പിന്നീട് സെലൻസ്കിയോട് പറഞ്ഞത് ഇത് വളരെ നല്ല കത്താണ് എന്നും പുടിൻ ഈ കത്ത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നുമാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് എല്ലാ കാര്യങ്ങളിലും വീമ്പടി നടത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പുടിൻ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല. എന്നാൽ മെലാനിയ ട്രംപിനെ സംബന്ധിച്ച് പുടിൻ്റെ നിരവധി നിലപാടുകൾ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അദ്ദേഹം തീരുവയുടെ പേരിൽ മറ്റ് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും പിണക്കുന്നു. അതുപോലെ എല്ലാവരുമായി നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ട്രംപ് കടന്നു പോകുന്നത്. ഒരു കാലത്ത് അതിവിശ്വസ്തനായിരുന്ന ഇലോൺ മസ്കുമായെല്ലാം അദ്ദേഹം തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ കുപ്രസ്ഥ ലൈംഗിക കുറ്റവാളിയായിരുന്ന എപ്സ്റ്റൈനുമായി ട്രംപിന് ബന്ധമുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നു. മാത്രമല്ല മെലനിയെ ട്രംപിന് പരിചയപ്പെടുത്തി കൊടുത്തത് എപ്സ്റ്റൈൻ ആണെന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരികയും മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മകൻ ഹണ്ടർ ബൈഡൻ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ അത് ഏറ്റുപാടുകയും ചെയ്തപ്പോൾ അവർക്കെല്ലാം വക്കിലോട്ട് സഹിക്കുകയാണ് മെലാനിയ ചെയ്തത്. ഏതായാലും അമേരിക്കയുടെ പ്രഥമ വനിതയായി ഇനി ഒരു ശക്തമായ റോളിൽ തന്നെ മുന്നോട്ട് നീങ്ങാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ കത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് ഇവരുടെ ഉപദേശങ്ങൾ പല കാര്യങ്ങളിലും തേടാറുണ്ട് എന്നുള്ളതൊരു പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഒരിക്കലും അവർ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട ഇത്തരത്തിൽ തൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഒരിക്കലും നേരത്തെ നടത്താറുമില്ലായിരുന്നു. ട്രംപിൻ്റെ ആദ്യ വിവാഹത്തിലെ മകളൊക്കെ തന്നെ അധികാരത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പല വിദ്യകളും ചെയ്യുമ്പോൾ മെലാനിയ അതിലൊന്നും കൂടാതെ തൻ്റെ കുടുംബകാര്യങ്ങൾ മാത്രം നോക്കി മകൻ്റെ കാര്യമൊക്കെ നോക്കി മാറി നിൽക്കുന്നതായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മെലനിയ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുടിന് കത്തെഴുതുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇത്തരത്തിൽ വളരെ നിശബ്ദമായ രീതിയിൽ അതിന് വളരെ സാവധാനം ശാന്തമായിട്ട് തന്നെ അവർ തൻ്റെ നയതന്ത്ര ദൗത്യം നിറവേറ്റി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തൻ്റെ ഭർത്താവിൻ്റെ അനാരോഗ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മറ്റ് പല പ്രശ്നങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള മെലനിയ ഇപ്പോൾ കൃത്യമായി കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.